ചൈനയുടെ തുറമുഖ നീക്കം. ഡൽഹിയിലെ മുദ്രാവാക്യത്തിന് പിന്നിൽ വിദേശ ശക്തികളുടെ കൈകളുണ്ടോ? ഇന്ത്യയെ ചുറ്റിപ്പറ്റി ഇവിടെ വലിയ രീതിയിൽ ഈ ഒരു ചുറ്റുപാടുകളിലെ ചൈനീസ് സാന്നിധ്യവും രാജ്യത്തിനകത്ത് ഉയരുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന സംശയം ഉയർത്തിക്കൊണ്ടിപ്പോൾ രാജ്യസഭാ ഉപാധ്യക്ഷനായ ഹരിവംശ് നാരായൺ സിംഗ് ആകട്ടെ രംഗത്ത് വന്നിരിക്കുകയാണ്. നേപ്പാൾ വീണു, അടുത്തത് ഇന്ത്യ എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഡൽഹിയിൽ ഉയരുമ്പോൾ അതിനു പിന്നിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു വിദേശ ശക്തികളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. സമീപ ദിവസങ്ങളിലായി തന്നെ ഇന്ത്യയെ തകർക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് ചില വിദേശ ശക്തികൾ. പ്രധാനമായും ഇപ്പോൾ ചൈനയുമായി ഇന്ത്യക്ക് അരുണാചൽ പ്രദേശിന്റെ അവകാശവാദത്തെ ചൊല്ലി തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. പല കാര്യങ്ങളിലും ഇന്ത്യ ആകട്ടെ ചൈനയെ അടുപ്പിക്കാതെ തന്നെ പ്രധാന കാരണമായി തന്നെ ചൈന പലപ്പോഴും പിന്നിൽ നിന്നും കുത്തുന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ അത്തരമൊരു സ്വഭാവം കണക്കിലെടുത്തുകൊണ്ടാണ് ചൈനയെ ഇത്തരത്തിൽ ഇന്ത്യ ആകട്ടെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. സാമ്പത്തികമായും സൈനികമായും ഇന്ത്യ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ രാജ്യത്തിന്റെ വളർച്ച ചില ആഗോള ശക്തികൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് എന്നതും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യ പ്രതിരോധ നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നതായും വിദേശ ആയുധ വിപണിയുടെയും അതുപോലെ തന്നെ ലോബികളുടെയും ഒക്കെ താല്പര്യങ്ങളെ ബാധിക്കുന്നുണ്ട് എന്ന വാദവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതേസമയം ഇന്ത്യയുടെ സമീപ പ്രദേശങ്ങളായ ബംഗ്ലാദേശ്, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ചൈന തുറമുഖ അടിസ്ഥാന സൗകര്യ പദ്ധതികളിലൂടെ തന്നെ സ്വാധീനം വ്യാപിക്കുന്നു ചെയ്യുന്നുണ്ട്. നേപ്പാളിൽ സാമ്പത്തികമായും രാഷ്ട്രീയമായുമുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും അത് ശ്രദ്ധേയമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഈ ഒരു വികാസങ്ങൾ ഇന്ത്യയുടെ തന്ത്രപ്രധാന സുരക്ഷാ കാഴ്ചപ്പാടിൽ വലിയ പ്രാധാന്യമുള്ളതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ ഇവിടെ ഉയരുന്ന വലിയ ചോദ്യം മറ്റൊന്നാണ്. ഇന്ത്യയുടെ ചുറ്റും സ്വാധീന വലയം ശക്തിപ്പെടുന്ന ഒരു ചൈനയും ഇത്തരത്തിൽ ഇന്ത്യയുടെ അകത്ത് അസ്ഥിരത സൃഷ്ടിക്കുമെന്ന ആശങ്കകളും ഇവിടെ വലിയ രീതിയിൽ ഉളവാവുകയാണ്. ഇവ വെറും യാദൃച്ഛികമായാണോ അതോ വളർന്നു വരുന്ന ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള വലിയൊരു ജിയോ പൊളിറ്റിക്കൽ കളിയുടെ ഭാഗമാണോ ഇതെന്നതും ഇവിടെ ചോദ്യമാകുന്നുണ്ട്. അതിർത്തിയിൽ സൈനിക സമ്മർദ്ദം കൂടുകയും കടലിൽ തുറമുഖ ശൃംഖലകൾ ഉണ്ടാവുകയും അകത്ത് രാഷ്ട്രീയ അസ്ഥിരതയുടെ ആശങ്കയും നിലനിൽക്കുന്നു. ഇന്ത്യയെ വളയാനുള്ള നീക്കമെന്ന സംശയം ശക്തമാവുകയാണ് ഇതോടുകൂടി. ഇതേ ഒരു പശ്ചാത്തലത്തിലാണ് നേപ്പാളിൽ ജൻസി ഭരണം പിടിച്ചെടുത്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡൽഹിയിൽ നേപ്പാൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു, അടുത്തത് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത്. ആ മുദ്രാവാക്യത്തിന് പിന്നിൽ വിദേശ ശക്തികളാണോ എന്ന് തനിക്ക് സംശയിച്ചുകൂടെ എന്നും അദ്ദേഹം ഇവിടെ എടുത്തു ചോദിച്ചതായിട്ടാണ് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തുടർന്നുകൊണ്ട് പല ദിവസങ്ങളിലും തടസ്സപ്പെട്ട പശ്ചാത്തലത്തിൽ ANIക്ക് അനുഭവിച്ച അവിടെ ANIയുമായി തന്നെ അദ്ദേഹം പങ്കുവച്ച ഒരു അഭിമുഖത്തിനിടയിലായിരുന്നു ഈ ഉപാധ്യക്ഷൻ ഇത്തരം ഒരു കാര്യം, അതായത് ചൈന ഇന്ത്യയെ വളയാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തുകയാണ്, അതും തുറമുഖ മേഖലയിലൂടെ തന്നെ ഇവിടെ വളയാൻ ശ്രമങ്ങൾ നടത്തുകയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.